ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ശ്രീജിത്ത്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ്. സോ എല്ലാവർക്കും അറിയാലോ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് FSL ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിയറിയുടെ കൂട്ടത്തിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് പഠിച്ചു പോകണം. അപ്പോൾ ഈ 10 മാർക്ക് നമുക്ക് മൊത്തം സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ മാർക്ക് ഹൈ ആക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ടോപ്പിക്കും അതുകൊണ്ട് തന്നെ MCQs ആണ്. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സാം കുറച്ച് ലാഗായാലും എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക. എപ്പോൾ എക്സാം വന്നു കഴിഞ്ഞാലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് നാഷണൽ എമർജൻസി വാസ് പ്രൊക്ലെയിംഡ് ബൈ ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി VV ഗിരി, ഓപ്ഷൻ സി ഡോക്ടർ S രാധാകൃഷ്ണൻ ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 5 ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. സോ നമുക്ക് നാഷണൽ എമർജൻസിയെക്കുറിച്ച് പഠിക്കാം. നാഷണൽ എമർജൻസി ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ എമർജൻസി ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ്? ആർട്ടിക്കിൾ 352. ഇനി ഈ പ്രസിഡൻറ്റിന് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ ഏത് ഗ്രൗണ്ട്സിൻ്റെ ബേസിസിലായിരിക്കണം? അതിൽ ഒന്നെങ്കിൽ ആദ്യത്തേത് വാർ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കണം. രണ്ടാമത്തേത് എക്സ്റ്റേണലായിട്ട് അഗ്രഷൻ. മൂന്നാമത്തേത് ആർമ്ഡ് റിബല്യൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയും. രാജ്യത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വരികയാണെങ്കിൽ. അപ്പോൾ ഈ മൂന്നിൻ്റെ ബേസിസിൽ, ഗ്രൗണ്ട്സിൻ്റെ ബേസിസിൽ പ്രസിഡൻറ്റിന് നാഷണൽ എമർജൻസി അനൗൺസ് ചെയ്യാൻ പറ്റും. ഇനി അതിനായിട്ട് ക്യാബിനറ്റിൽ നിന്നും റിട്ടൺ റെക്കമെൻഡേഷൻ കിട്ടിയാൽ മാത്രമേ നാഷണൽ എമർജൻസി അനൗൺസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതിനുശേഷം ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഇത് അപ്രൂവ് ചെയ്യണം, അതും 1 മാസത്തിന് ഉള്ളിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ പ്രസിഡൻറ്റിന് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഈ നാഷണൽ എമർജൻസിയുടെ സമയത്ത് എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്രസിഡൻറ്റിന് സസ്പെൻഡ് ചെയ്യാൻ പറ്റും, 2 എണ്ണം ഒഴിച്ച്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 20. ഈ 2 ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്രസിഡൻറ്റിന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല നാഷണൽ എമർജൻസിയുടെ സമയത്ത്. ഇനി ആദ്യത്തെ നാഷണൽ എമർജൻസി നമ്മൾ പഠിച്ചു, പ്രൊക്ലെയിം ചെയ്ത് ഡോക്ടർ S രാധാകൃഷ്ണനാണെന്ന്. ഇനി സെക്കൻഡ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് VV ഗിരി. 4th പ്രസിഡൻ്റാണ് VV ഗിരി. അതുപോലെ തന്നെ തേർഡ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇദ്ദേഹം 5ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. സോ ഈ 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് VV ഗിരി. 3ാമത്തെ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 4ാമത്തെയും 5ാമത്തെയും പ്രസിഡൻ്റാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നാഷണൽ എമർജൻസിയുടെ ഇയേഴ്സാണ്. സോ ആദ്യത്തെ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് 26 ഒക്ടോബർ 1962. അത് ചൈനീസ് അഗ്രഷൻ ഉണ്ടായപ്പോഴാണ് ആദ്യത്തെ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത്. ഇനി രണ്ടാമത്തെ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് 3 ഡിസംബർ 1971. അത് ഇന്ത്യ പാക് വാറിൻ്റെ സമയത്താണ് പ്രൊക്ലെയിം ചെയ്തത്. ഇനി മൂന്നാമത്തെ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് 25 ജൂൺ 1975. ഇത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോഴാണ് പ്രൊക്ലെയിം ചെയ്തത്. ഇനി ഈ ഇയേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ നാഷണൽ എമർജൻസിയുടെ ഇയർ ചെറിയൊരു കോഡ് മാതിരി നമുക്ക് പഠിക്കാം. അതായത്
1962 എന്നല്ലേ? അപ്പം ചൈനീസ് അഗ്രഷൻ കൊണ്ടാണ് ആദ്യത്തെ നാഷണൽ എമർജൻസി എന്നുള്ളത് എന്താണെങ്കിലും പഠിക്കുക. അപ്പം ഈ ചൈനീസിൻ്റെ സി 6 പോലെയല്ലേ? അപ്പം നമുക്ക് 6 എന്നുള്ള അക്കം കിട്ടണം. അപ്പോൾ 1906 അതിൻ്റെ കൂട്ടത്തിൽ 2 കൂടി ഇട്ട് കഴിഞ്ഞാൽ 1962 നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 62 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 26. അപ്പോൾ ഡേറ്റും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും. പിന്നെ ചെറിയൊരു കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നാഷണൽ എമർജൻസി സമയത്ത് നമ്മൾ OD എന്ന് ഓർക്കുക, അതായത് ഒക്ടോബർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് നാഷണൽ എമർജൻസിയുടെ ഇയർ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നാഷണൽ എമർജൻസി ചൈനീസ് അഗ്രഷൻ കൊണ്ടുണ്ടായതെന്ന് ഓർക്കുക. അതിൻ്റെ C വെച്ചിട്ട് 6 അക്കം ഓർക്കുക. അപ്പം 1962 എന്ന് ഓർക്കുക. ആ 62 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 26 ഡേറ്റുമായി. പിന്നെ ആദ്യത്തെ നാഷണൽ എമർജൻസിയുടെ സമയത്ത് നമ്മൾ OD എന്ന് ഓർക്കുക. അപ്പം 26 ഒക്ടോബർ 1962. പിന്നെ 1962 എന്നുള്ള ഇയർ വെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത നാഷണൽ എമർജൻസി, അതായത് 9 വർഷത്തിന് ശേഷമാണ് 1971. പിന്നെ അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് 1975 തേർഡ് നാഷണൽ എമർജൻസി എന്നുള്ളത് ഓർത്തെടുക്കുക. ഇനി നമുക്ക് ഈ നാഷണൽ എമർജൻസീസ് ക്യാൻസൽ ചെയ്തത് അല്ലെങ്കിൽ റിവോക്ക് ചെയ്തത് ആരൊക്കെയാണെന്ന് പഠിക്കാം. അപ്പം ആദ്യത്തെ നാഷണൽ എമർജൻസി റിവോക്ക് ചെയ്തത് സക്കീർ ഹുസൈൻ ആണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും നാഷണൽ എമർജൻസി റിവോക്ക് ചെയ്തത് BD ജെട്ടിയാണ്. ഇനി ആദ്യത്തെ നാഷണൽ എമർജൻസി റിവോക്ക് ചെയ്തത് 10 ജാനുവരി 1968. 6 വർഷത്തിന് ശേഷമാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും നാഷണൽ എമർജൻസി റിവോക്ക് ചെയ്തത് 21 മാർച്ച് 1977. അപ്പോൾ ഇതും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നുവെച്ചാൽ നാഷണൽ എമർജൻസി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അതിലെ ഇയേഴ്സും അതുകൊണ്ട് തന്നെ നാഷണൽ എമർജൻസീസ് പ്രൊക്ലെയിം ചെയ്ത ആരൊക്കെയാണ്, റിവോക്ക് ചെയ്ത ആരൊക്കെയാണ്, അതും കൂടെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് നാഷണൽ എമർജൻസി ഏതാണെന്നുള്ളതാണ്. സെക്കൻഡ് നാഷണൽ എമർജൻസിയാണ് ലോങ്ങസ്റ്റ് ആയിട്ട് ഏറ്റവും നീളം കൂടിയ നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. 5 വർഷവും 3 മാസവും 18 ദിവസവും എടുത്തു. ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണെങ്കിലും പഠിക്കണം. ലോങ്ങസ്റ്റ് ആയുള്ള നാഷണൽ എമർജൻസി സെക്കൻഡ് നാഷണൽ എമർജൻസി ആണ്. സെക്കൻഡ് നാഷണൽ എമർജൻസി ആരായിരുന്നു പ്രൊക്ലെയിം ചെയ്തത്? VV ഗിരി. അതുപോലെ തന്നെ എന്നായിരുന്നു? 3 ഡിസംബർ 1971 ഇന്ത്യ പാക് വാറിൻ്റെ സമയത്താണ്. അത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നാഷണൽ എമർജൻസി സെക്കൻഡ് നാഷണൽ എമർജൻസിയാണ്. മസ്റ്റായിട്ടും പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ഭവൻ വാസ് ഡിസൈൻഡ് ബൈ ഓപ്ഷൻ A ഏണസ്റ്റ് ബാർക്കർ, ഓപ്ഷൻ B ലോർഡ് ഇർവിൻ, ഓപ്ഷൻ C എഡ്വിൻ ലൂട്ടീൻ ആൻഡ് ഓപ്ഷൻ D ക്ലെമന്റ് അറ്റ്ലി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C എഡ്വിൻ ലൂട്ടീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമെൻമെൻറ്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ A 74th Amendment, ഓപ്ഷൻ B 42nd Amendment, ഓപ്ഷൻ C 36th Amendment ആൻഡ് ഓപ്ഷൻ D 40th Amendment. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B 42nd Amendment ആണ്. സോ ഈ 42nd Amendmentനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നത്. സോ ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പാസ് ചെയ്തത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് സമയത്താണ്. 6 റെക്കമെൻഡേഷൻ പ്രകാരമാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഇനി ഈ ഒരു അമെൻമെൻറ്റ് ഒൺലി അമെൻമെൻറ്റ് വിച്ച് അമെൻഡ്സ് ദ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യുന്ന ഒരേ ഒരു അമെൻമെൻറ്റാണ് ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ 42nd Amendment എന്ന് പറയുന്നത്. ഇനി ഈ
അമെൻമെൻറ്റ് അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചേഞ്ച് 3 ന്യൂ വേർഡ്സ് ആഡഡ്. 3 പുതിയ വാക്കുകൾ ആഡ് ചെയ്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഏതൊക്കെയാണ് 3 വേർഡ്സ്? സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇത് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇതിലേതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് വേറെ ഓപ്ഷൻസും തന്നിട്ട് ഏത് വേർഡാണ് 42nd അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെ വേർഡ്സാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇനി അടുത്ത ചേഞ്ച് ആഡഡ് എ ലിസ്റ്റ് ഓഫ് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 4A ആയിട്ട് ആഡ് ചെയ്തു. അടുത്തത് പ്രൊവൈഡഡ് പ്രൈമസി ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് പ്രൈമസി കൊടുത്തു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെക്കാട്ടിലും. അടുത്തത് ആഡഡ് പാർട്ട് 14A ഡീലിംഗ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്. 14A ആഡ് ചെയ്തു. എന്തിനെ ഡീൽ ചെയ്യുന്ന? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ. അടുത്ത ചേഞ്ച് ലോകസഭയുടെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും ടെന്യൂർ അല്ലെങ്കിൽ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് നീട്ടി. ഇനി അടുത്ത ചേഞ്ച് വന്നത് 5 സബ്ജക്ട്സ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് 5 സബ്ജക്ട്സിനെ ഷിഫ്റ്റ് ചെയ്തു. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പം ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏത് സബ്ജക്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? അപ്പോൾ ഇത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഈ 5 എണ്ണം ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഫോറസ്റ്റ്, അല്ലെങ്കിൽ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൂ ഈസ് നോൺ ആസ് ഫിലോസഫർ പ്രസിഡൻറ്റ്? ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി ഫക്രുദ്ദീൻ അലി, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആൻഡ് ഓപ്ഷൻ ഡി വെങ്കട്ട രാമൻ. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സോ ഫിലോസഫർ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ കിങ് ഓഫ് ഫിലോസഫേഴ്സ് എന്ന് വിളിക്കുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ 3rd പ്ലാൻ ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ വേവൽ പ്ലാൻ, ഓപ്ഷൻ ബി ക്രിപ്സ് മെഷീൻ, ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി സൈമൺ കമ്മീഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യയാണ് ലൂയിസ് മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ക്ലെമൻ്റ് അറ്റ്ലിയാണ് അദ്ദേഹത്തെ അയച്ചത്. എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പവർ തിരിച്ച് കൈകളിലേക്ക് തരാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് ജൂൺ 3rd പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. 6th ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം. ഓപ്ഷൻ എ ബൽവന്ത് റായ് മെഹ്ത്ത, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി GVK റാവു ആൻഡ് ഓപ്ഷൻ ഡി അശോക് മെഹ്ത്ത. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബൽവന്ത് റായ് മെഹ്ത്ത. പഞ്ചായത്തി രാജ് നിലവിൽ വരുന്നത് 24 ഏപ്രിൽ 1993 73ാമത്തെ അമെൻമെൻറ്റിലാണ് പഞ്ചായത്ത് രാജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സെഡ് പ്രിയാമ്പിൾ ഈസ് ദ കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ KM മുൻഷി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ഏണസ്റ്റ് ബാർക്കർ ആൻഡ് ഓപ്ഷൻ ഡി ഠാക്കൂർ ദാസ് ഭാർഗവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രിയാമ്പിളിനെ കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഠാക്കൂർ ദാസ്
Bhargav. Next question. The draft of Indian Constitution was prepared by option A C.R. Das, option B S.V. Patel, option C Motilal Nehru and option D B.N. Rao. Correct answer option D B.N. Rao. Next question. Members in drafting committee. Option A 5, option B 7, option C 9 and option D 10. Correct answer option B 7. ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാദി കൃഷ്ണസാമ അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യർ, ഡി പി ഖൈതൻ ആൻഡ് ബി എൽ മിറ്റർ. ഈ 7 മെമ്പേഴ്സാണുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതി. Next question. Who is known as education philosopher? Option A Dr. S. Radhakrishnan, option B Zakir Hussain, option C V.V. Giri and option D K.R. Narayanan. Answer option B Zakir Hussain. അപ്പോൾ സക്കീർ ഹുസൈൻ ആണ് എഡ്യൂക്കേഷണൽ ഫിലോസഫർ. ഇതൊരിക്കലും തെറ്റിപ്പോകല്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഫിലോസഫർ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ കിങ് ഓഫ് ഫിലോസഫർ. എഡ്യൂക്കേഷണൽ ഫിലോസഫർ എന്ന് പറയുന്നത് സക്കീർ ഹുസൈനാണ്. ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോകല്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.